മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയന്റെ കമ്പനിയായ എക്സാലോജിക്കിനെതിരെ കേന്ദ്ര ഏജൻസിയുടെ അന്വേഷണം. കോർപ്പറേറ്റ് അഫയേഴ്സ് മന്ത്രാലയം ഉത്തരവിൽ ഒപ്പിട്ട് കഴിഞ്ഞു. വീണ വിജയന്റെ കമ്പനി കൈപ്പറ്റിയ തുകയെക്കുറിച്ചാണ് പ്രധാനമായും അന്വേഷിക്കുന്നത്. 4 മാസത്തിനുള്ളിൽ അന്വേഷണം പൂർത്തിയാക്കി റിപ്പോർട്ട് സമർപ്പിക്കണമെന്നും ഉത്തരവിലുണ്ട്. ശരത് കെ ശശി വിവരങ്ങളുമായി. ശരത്, വളരെ നേരത്തെ തന്നെ കൊച്ചി ROC അന്വേഷിച്ച വിഷയത്തിലാണ് ഇപ്പോൾ കോർപ്പറേറ്റ് അഫയേഴ്സ് മിനിസ്ട്രി കൂടുതൽ അന്വേഷണത്തിന് ഉത്തരവിട്ടിരിക്കുന്നത്. എക്സാലോജിക്കുമായി ബന്ധപ്പെട്ട് നടത്തിയ അന്വേഷണത്തിൽ വേരിയസ് വയലേഷൻസ് ആൻഡ് ഒഫൻസസ് എന്നത് കണ്ടെത്തിയെന്നാണ് ROCയുടെ വിലയിരുത്തൽ. അതുപോലെ തന്നെ ഇനിയിപ്പോൾ CMRLന്റെ കാര്യത്തിൽ KSIDCയുടെ കാര്യത്തിൽ എക്സാലോജിക്കിന് പുറമെ അന്വേഷണം ആരംഭിച്ചിരിക്കുന്നു. ആദ്യം ഈ കമ്പനി അഫയേഴ്സിൻ്റെ അന്വേഷണം സംബന്ധിച്ചുള്ള കൂടുതൽ വിശദാംശങ്ങൾ. നികേഷ്, 2013 കമ്പനി നിയമപ്രകാരം ഒരു കമ്പനി പാലിക്കേണ്ടുന്നതായ നിയമങ്ങൾ പാലിച്ചുകൊണ്ടല്ല പല ഇടപാടുകളും CMRLും അതുപോലെ തന്നെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ എക്സാലോജിക്കും നടത്തിയിരിക്കുന്നത് എന്നാണ് എറണാകുളത്തെ രജിസ്ട്രാർ ഓഫ് കമ്പനീസ് നൽകിയ റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നത്. ഈ റിപ്പോർട്ട് വിശദമായി കേന്ദ്ര കമ്പനികാര്യ മന്ത്രാലയം പരിശോധിച്ചതിന് ശേഷമാണ് കൂടുതൽ അന്വേഷണം അനിവാര്യമാണ് എന്ന് വിലയിരുത്തിയ ഒരു 3-അംഗ സംഘത്തെ തുടരന്വേഷണത്തിന് വേണ്ടി വിശദമായ അന്വേഷണത്തിന് നിയോഗിച്ചിരിക്കുന്നത്. ഇന്നലെയാണ് ഇത് സംബന്ധിച്ച് കേന്ദ്ര കമ്പനികാര്യ മന്ത്രാലയം ഉത്തരവ് ഇറക്കിയിരിക്കുന്നത്. അതായത് ആദ്യം തന്നെ രജിസ്ട്രാർ ഓഫ് കമ്പനീസിന്റെ പ്രാഥമികമായ അന്വേഷണത്തിൽ പലതരത്തിൽ കമ്പനി നിയമപ്രകാരമുള്ള പല വീഴ്ചകളും ഈ കമ്പനികൾ വരുത്തിയിട്ടുണ്ട് എന്ന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരമൊരു അന്വേഷണത്തിലേക്ക് പോയിരിക്കുന്നത്. അതല്ലാതെ പെട്ടെന്നൊരു പരാതി ലഭിച്ച് ആ പരാതിയുടെ പുറത്തുള്ള അന്വേഷണം എന്നതിനും അപ്പുറത്തേക്ക് ആദ്യം ഒരു ബന്ധപ്പെട്ട ഏജൻസിയുടെ അന്വേഷണം പൂർത്തിയായ ശേഷമാണ് കൂടുതൽ വിപുലമായ അന്വേഷണം നടക്കുന്നത് എന്നതാണ് മനസ്സിലാക്കേണ്ടത്. 3 കമ്പനികളാണ് ഇപ്പോൾ അന്വേഷണത്തിന്റെ പരിധിയിലേക്ക് വന്നിരിക്കുന്നത്. ഒന്ന് CMRL, കരിമണലുമായി ബന്ധപ്പെട്ട പ്രവർത്തിക്കുന്ന CMRL കമ്പനി. അതുപോലെ തന്നെ രണ്ടാമത്തേത് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകളുടെ ഉടമസ്ഥതയിലുള്ള എക്സാലോജിക് കമ്പനി. ഇവർ 2 പേരും തമ്മിലുള്ള സാമ്പത്തിക ഇടപാടുകളടക്കം വിശദമായി തന്നെ അന്വേഷിക്കുന്നതിന് വേണ്ടിയാണ് തീരുമാനമെടുത്തിരിക്കുന്നത്. കൂടാതെ CMRLിൽ ഓഹരിയുള്ള സംസ്ഥാന സർക്കാർ സ്ഥാപനമായ KSIDCയും അന്വേഷണത്തിന്റെ പരിധിയിലേക്ക് വരുന്നുണ്ട്. അങ്ങനെ 3 സ്ഥാപനങ്ങൾ അന്വേഷണത്തിലേക്ക് വരുന്നു. ഇതിൽ KSIDCക്കെതിരെ എന്തുകൊണ്ട് അന്വേഷണം വരുന്നു എന്നതിനെ സംബന്ധിച്ച് കൃത്യമായും ആ ഉത്തരവിൽ വിശദീകരിച്ചിട്ടുണ്ട്. KSIDCയുടെ ഇടപാടുകൾ സംബന്ധിച്ചൊക്കെ തന്നെ കമ്പനികാര്യ മന്ത്രാലയം നേരത്തെ തന്നെ വിശദാംശങ്ങൾ ആരാഞ്ഞുകൊണ്ട് ഒരു കത്ത് നൽകിയിരുന്നു. ആ കത്തിനെ പൂർണ്ണമായും അവഗണിച്ചുകൊണ്ടുള്ള ഒരു നിലപാട് KSIDC കൈക്കൊണ്ടു. അത്തരമൊരു സാഹചര്യത്തിലാണ് KSIDCയിലേക്ക് അന്വേഷണം എത്തി നിൽക്കുന്നത് എന്ന് ഈ ഉത്തരവിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. 4 മാസത്തിനകം വിശദമായി തന്നെ ഈ സാമ്പത്തിക ഇടപാടുകൾ സംബന്ധിച്ചിട്ടുള്ള അന്വേഷണം പൂർത്തിയാക്കണമെന്ന് ഉത്തരവിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. അതിനുവേണ്ടി 3 ഉദ്യോഗസ്ഥരെയാണ് നിയോഗിച്ചിരിക്കുന്നത്. ശരത്ത്, നോക്കൂ, നേരത്തെ ചൂണ്ടിക്കാണിച്ചതുപോലെ എക്സാലോജിക്കിന്റെ കാര്യത്തിൽ വേരിയസ് വയലേഷൻസ് ആൻഡ് ഒഫൻസസ് എന്ന നിലയിൽ തന്നെ ROC അന്വേഷണത്തിൽ കണ്ടെത്തിയിരിക്കുന്നു എന്നുള്ളത് നേരത്തെ ശരത്ത് ചൂണ്ടിക്കാണിച്ചതുപോലെ തന്നെ. എന്നാൽ ROC എറണാകുളം അന്വേഷിച്ചപ്പോൾ CMRLന്റെ മറുപടി ഒഴുക്കൻ മട്ടിലുള്ളതായിരുന്നു. KSIDC ആണെങ്കിൽ മറുപടിയെ തന്നില്ല എന്നുള്ള കണ്ടെത്തലുമാണ് ROC നടത്തിയിട്ടുള്ളത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് കോർപ്പറേറ്റ് അഫയേഴ്സിൻ്റെ ഈ അന്വേഷണം. നോക്കൂ, ഇതിൽ എക്സാലോജിക്കിൻ്റെ വയലേഷൻ ഉണ്ടായി എന്നുള്ള പ്രാഥമികമായ കണ്ടെത്തൽ. 2, CMRLന്റെ മറുപടി ഒഴുക്കൻ മട്ടിലുള്ളത് എന്നുള്ളത്. KSIDC മറുപടിയെ നൽകിയിട്ടില്ല എന്നുള്ളത്. അപ്പോൾ ഈ ഒരു വിശാലമായ അന്വേഷണമാണ് നടക്കുന്നത് എന്നുള്ള പ്രതീതിയാണോ ഈ കമ്പനി അഫയേഴ്സിൻ്റെ ഉത്തരവിലൂടെ നമുക്ക് മനസ്സിലാവുന്നത്? അങ്ങനെ തന്നെ വേണം വ്യാഖ്യാനിക്കാൻ. കാരണം ഈ 3 കമ്പനികളുടെയും മറുപടിയിൽ തൃപ്തിയില്ല എന്നുള്ളത് ആ ഉത്തരവിൽ കമ്പനികാര്യ മന്ത്രാലയം വ്യക്തമാക്കുന്നു. ഇതിൽ ആദ്യം സൂചിപ്പിച്ചതുപോലെ CMRLന്റെ മറുപടി വെയ്ഗ് ആൻഡ് ഇവേസീവ് എന്നാണ് ഉപയോഗിച്ചിരിക്കുന്ന പദം. അതുപോലെ തന്നെ KSIDC ആകട്ടെ, ഒരു സംസ്ഥാന സർക്കാരിന്റെ വ്യവസായ വകുപ്പിന് കീഴിലുള്ള സ്ഥാപനം, ബന്ധപ്പെട്ട ഒരു മന്ത്രാലയം അല്ലെങ്കിൽ ഒരു അന്വേഷണ സംവിധാനം വിശദാംശങ്ങൾ തേടിയിട്ടും അതിന് മറുപടി നൽകാത്ത ഒരു പശ്ചാത്തലം. ഇങ്ങനെ ഈ അന്വേഷണ പരിധിയിലുള്ള ROC അന്വേഷിച്ച ഘട്ടത്തിൽ വിശദമായി കാര്യങ്ങൾക്ക് മറുപടി നൽകേണ്ടുന്ന 3 കമ്പനികളും കൃത്യമായ തൃപ്തികരമല്ലാത്ത വിശദീകരണങ്ങൾ നൽകിയ ഒരു പശ്ചാത്തലത്തിലാണ് കൂടുതൽ സമഗ്രമായ അന്വേഷണം നടത്തുന്നതിന് വേണ്ടിയുള്ള തീരുമാനം ഇപ്പോഴത്തെ കോർപ്പറേറ്റ് അഫയേഴ്സ് മന്ത്രാലയത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. ഇതിൽ എടുത്തു പറയേണ്ടുന്ന ഒരു കാര്യം,
ഈ അന്വേഷണ പരിധിയിലേക്ക് KSIDC വരുന്നത് സർക്കാരിനെ കൂടുതൽ പ്രതിരോധത്തിലാക്കുന്നു എന്നുള്ളതാണ്. നേരത്തെ തന്നെ നമുക്കറിയാം ആദായ നികുതി വകുപ്പ് CMRലും അതുപോലെ തന്നെ എക്സാലോജിക്കും തമ്മിലുള്ള ഇടപാടുമായി ബന്ധപ്പെട്ട് ചില നിർണായകമായ നിരീക്ഷണങ്ങൾ നടത്തിയിട്ടുണ്ടായിരുന്നു. എക്സാലോജിക്ക് സേവനങ്ങൾ കൈപ്പറ്റാതെയാണ് 1.72 കോടി രൂപ CMRൽ നിന്ന് വാങ്ങിയതെന്നടക്കം ഇന്ററിം സെറ്റിൽമെന്റ് ചൂണ്ടിക്കാണിക്കുകയും ഒക്കെ ചെയ്തിരുന്നു. അങ്ങനെ ഈ രണ്ട് കമ്പനികളും നേരത്തെ തന്നെ വിവാദത്തിന്റെ കേന്ദ്ര ബിന്ദുവായി നിൽക്കുന്ന സാഹചര്യമുണ്ട്. ഇതിനിടയിലേക്ക് KSIDC വരുന്നു. അതായത് നേരത്തെ തന്നെ രാഷ്ട്രീയ വിവാദത്തിന് കാരണമായ രണ്ട് കമ്പനികൾ അതിനോടൊപ്പം തന്നെ ചേർത്ത് KSIDCയും വരുന്നു എന്നുള്ളിടത്താണ് സർക്കാർ കൂടുതൽ പ്രതിരോധത്തിലാവുന്നത്. നേരത്തെ സർക്കാർ മുഖ്യമന്ത്രി പിണറായി വിജയൻ അടക്കം നിയമസഭയിൽ വ്യക്തമാക്കിയത് രണ്ട് കമ്പനികൾ അവർ തമ്മിലുള്ള ഈ കരാർ അതിനടിസ്ഥാനപ്പെടുത്തി നടന്ന സാമ്പത്തിക ഇടപാടുകൾ എന്ന രീതിയിലായിരുന്നു മാസപ്പടി വിവാദത്തെ ആദ്യഘട്ടത്തിൽ CPM-ഉം സർക്കാരും പ്രതിരോധിച്ചത്. പക്ഷേ ഇപ്പോൾ അന്വേഷണ പരിധിയിലേക്ക് ഒരു സർക്കാർ സ്ഥാപനം തന്നെ വരുന്നു. ആ സർക്കാർ സ്ഥാപനം വെറുതെ ഒരു